സന്തോഷു മാധവൻ ഇന്നെവിടെ? കൽത്തുറുങ്കിൽ. അയാൾ പോലീസിനോട് പറയുന്നു, ഞാൻ ചെയ്തു പോയി. എടോ, താൻ കാസറ്റും എടുത്തെന്ന് പറഞ്ഞല്ലോ. ഈ ചെയ്യുന്നതെല്ലാം ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാസറ്റ് എടുത്തത്. എടുത്തുപോയി. കാസറ്റ് വിൽപ്പന നടത്തി അതിൻ്റെയും കാശ്. കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിലും ഇത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി കാശിന് വേണ്ടി. എന്താ സ്ഥിതി? നമസ്കാരം. മിമിക്രി താരങ്ങളുടെ പ്രിയ താരം, സ്വീകരണ മുറിയിലെ അച്ചുമാമ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത നിരവധി വിശേഷണങ്ങളാണ് VS അച്യുതാനന്ദൻ എന്ന നമ്മുടെ സ്വന്തം VSനുള്ളത്. ആംഗ്യങ്ങളോടെ ആവർത്തിച്ചു പറയുന്ന നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗ ശൈലിയിലൂടെയാണ് VS എന്നും ജനങ്ങളെ ഹരം കൊള്ളിച്ചിരുന്നത്. വലിയ പ്രസംഗകനായിരുന്ന അദ്ദേഹം എന്ന് ആരും പറയില്ല. പക്ഷേ നീട്ടിയും കുറുക്കിയുമുള്ള ആ ശൈലി കടുത്താൻ VS ഫോമിലായി എന്ന് ചുരുക്കം. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയാണ് പ്രസംഗമെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. പരിഹാസശരങ്ങൾ ഒട്ടേറെ ഉണ്ടായി എങ്കിലും തൻ്റെ ശൈലിയിൽ മാറ്റം വരുത്താനൊന്നും VS തയ്യാറായില്ല. ഈ പ്രസംഗ ശൈലിക്ക് VS ഒരിക്കൽ നൽകിയ വിശദീകരണം ഇപ്രകാരമായിരുന്നു. 1940 കയർ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ച ചുമതല. സ്റ്റഡി ക്ലാസ് എടുക്കുമ്പോൾ നിരക്ഷരരായ തൊഴിലാളികളെ പറഞ്ഞു മനസ്സിലാക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കയർ ഫാക്ടറികളിലെ മൂപ്പന്മാരെയും വൻകിട ജന്മികളെയും ഓർക്കുമ്പോൾ ഇവർക്ക് വല്ലാത്ത ഭയമായിരുന്നു. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വിവരം അറിഞ്ഞാൽ അടി കിട്ടിയതുതന്നെ. ഭയപ്പാടുള്ള അവരെ ക്ലാസ്സിൽ പിടിച്ചിരുത്തണം. പിന്നെ പറയുന്നത് അവരുടെ മനസ്സിൽ തറയ്ക്കണം. ഇതിനാണ് ഈ ശൈലി താൻ പരീക്ഷിച്ചത്. പിന്നെ അത് ശീലമായി പോയി. ഈ പ്രസംഗ രീതിയോടൊപ്പം ശരീരമാകെ ഇളക്കുന്ന സ്വഭാവവും VSന് അക്കാലങ്ങളിലുണ്ടായിരുന്നു. പിന്നീടത് നിയന്ത്രിച്ചു. 2001 മുതൽ VS മിമിക്രി താരമായി മാറിയ കഥയും മിമിക്രി അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് വിലയിരുത്തിയിരുന്നു. കേരളത്തിലെ മിമിക്രിക്കാർ ആവർത്തിച്ച് അനുകരിച്ചതുകൊണ്ട് വളർന്നു വന്ന രാഷ്ട്രീയക്കാരനാണ് VS അച്യുതാനന്ദനെന്നും ഇതിനുമപ്പുറം അച്യുതാനന്ദന് വേറെ കഴിവുകളൊന്നുമില്ലെന്ന് ഒരിക്കൽ പറഞ്ഞത് ഇപ്പോൾ ഇടത് മന്ത്രിയായ KB ഗണേഷ് കുമാറാണ്. 2011 ഇടമലയാർ കേസിൽ VS നടത്തിയ കേസിൽ കേരള കോൺഗ്രസ് B നേതാവ് ബാലകൃഷ്ണപിള്ള ജയിലിലായപ്പോഴാണ് ഗണേഷിൻ്റെ പ്രസ്താവന. അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിലായിരുന്നുവെങ്കിലും VSും മിമിക്രിക്കാരും തമ്മിലുള്ള ബന്ധം അങ്ങനെ ചെറിയ ബന്ധമായി ചുരുക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. മിമിക്രിയിൽ നിന്നും രൂപമെടുത്ത മിമിക്സ് പരേഡ് എന്ന കലാരൂപം ആദ്യകാലത്ത് സിനിമാ താരങ്ങളുടെ രൂപങ്ങൾ വച്ചാണ് വളർന്നതെങ്കിലും 1990കളുടെ തുടക്കത്തോടെ രാഷ്ട്രീയ നേതാക്കളെയും വേദിയിൽ എത്തിച്ചു തുടങ്ങി. ആദ്യകാലത്ത് മിമിക്രി വേദികളിലെ പ്രിയ താരങ്ങൾ K കരുണാകരനും നയനാരുമായിരുന്നു. അതിനു മുൻപ് രാഷ്ട്രീയക്കാർ പ്രധാന കഥാപാത്രമായിരുന്നത് കാർട്ടൂണുകളിലായിരുന്നു. ആ രംഗത്തും സൂപ്പർ താരങ്ങൾ ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു. ഒരു പാർട്ടിമാൻ എന്ന നിലയിൽ പലപ്പോഴും VS ആസ്വാദന ഇടങ്ങളിൽ നിന്നും അകന്നു തന്നെയാണ് നിന്ന് എന്നതും കാണാം. 1995 ശേഷം കേരളത്തിൽ ടെലിവിഷന്റെ പ്രചാരം വർദ്ധിക്കുകയും ഹാസ്യ പരിപാടികൾ ടെലിവിഷൻ വഴി കേരളത്തിലെ സ്വീകരണ മുറികൾ എത്തുകയും ചെയ്തു. ഇതിനൊപ്പം തന്നെ മുഖ്യധാര മലയാള ചിത്രങ്ങൾ സമകാലിക രാഷ്ട്രീയ പ്രമേയമാകാൻ തുടങ്ങി. അതിനാൽ തന്നെ രാഷ്ട്രീയക്കാരെ കഥാപാത്രങ്ങളാക്കുന്ന രീതി മലയാളികൾക്ക് സുപരിചിതമായി. 1996-2001 കാലഘട്ടത്തിൽ VS LDF ചെയർമാനായിരുന്നു. K നയനാറായിരുന്നു മുഖ്യമന്ത്രി. നയനാർ കേരളത്തിൻ്റെ തൻ്റെ ജനകീയതയും ഹാസ്യവും ഒക്കെ വച്ച് മിമിക്സ് വേദികളിലെ സ്കിറ്റുകളിൽ പ്രധാന കഥാപാത്രമായിരുന്നു. എന്നാൽ അക്കാലത്ത് വന്ന ഒരു വാണിജ്യ മുഖ്യധാര സിനിമയിൽ പോലും VSനോട് സാമ്യമുള്ള കഥാപാത്രത്തെ വെട്ടിനിരത്തൽ സമരക്കാരൻ എന്നാണ് ചിത്രീകരിച്ചത്. എന്നാൽ ശരിക്കും മിമിക്രിക്കാർക്കിടയിൽ VS താരമാകുന്നത് 2001 പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ്. രാഷ്ട്രീയമായി കേരളത്തിൽ VSന്റെ മേക്ക് ഓവർ എന്ന് പറയാവുന്ന ഈ കാലഘട്ടം മിമിക്രിക്കാരും ശരിക്കും മുതലെടുത്തു. VSന്റെ ശൈലി മിമിക്സ് വേദികളിൽ പ്രധാന ഐറ്റമായി. അച്ചുമാമൻ എന്നാണ് പലപ്പോഴും മിമിക്സ് കിറ്റുകൾ VS അച്യുതാനന്ദന്റെ ക്യാരക്ടറിന് പോലും പേര് നൽകിയത്. തോളുകൾ പൊന്തിച്ച് വലിച്ചു നീട്ടിയ സംസാര ശൈലിയിൽ VSനെ വേദികൾ അനുകരിക്കുന്നത് പതിവായി. ഏത് വേദികളിലും ക്ലിക്കാകുന്ന വളരെ പോസിറ്റീവ് സ്കിറ്റുകളാണ് അന്നുണ്ടായിരുന്നത്. VSന്റെ ഫിഗർ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയും അന്നത്തെ മിമിക്സ് ട്രൂപ്പുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളായിരുന്നു. 2004 K നയനാർ അന്തരിച്ചതിന് ശേഷം മിമിക്സ് കലാപരിപാടികൾ ഇടത് ഫിഗറുകൾ VSന് കൂടുതൽ പ്രാധാന്യം കൈവന്നു.
ഇതേസമയം തന്നെ CPM-ലെ വിഭാഗീയതയും വലിയ മാധ്യമ ചർച്ചയും യാഥാർത്ഥ്യവുമായി. ഇത് മിമിക്സ് വേദികളിലും നിറഞ്ഞു. VS പിണറായി ദ്വന്ദ്വം മിമിക്സ് കിറ്റുകൾ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമായി. ഇതേ സമയം തന്നെ 2000-ന് ശേഷം ഇന്നോളം സംസ്ഥാന സ്കൂൾ മിമിക്രി വേദികളിലും VS-ന്റെ ശബ്ദം കേൾക്കാത്ത ഒരു വർഷം പോലും ഉണ്ടായിട്ടില്ല. 2010-ന് ശേഷം കേരളത്തിലെ വിനോദ പരിപാടികളുടെ ഭൂപടത്തിൽ തിരുത്തൽ വരുത്തുകയും മിമിക്സ് ഗ്രൂപ്പുകൾ കുറഞ്ഞു വരികയും പൊളിറ്റിക്സ് അടിസ്ഥാനമാക്കിയുള്ള സ്കിറ്റുകൾ പതുക്കെ പൊതുവേദികളിൽ നിന്നും അപ്രത്യക്ഷമാകുവാനും തുടങ്ങി. പ്രധാനമായും വാർത്താ ചാനലുകൾ അടിസ്ഥാനമാക്കി വരുന്ന ആക്ഷേപഹാസ്യ പരിപാടികൾ ഈ രംഗം കീഴടക്കിയെന്നു പറയാം. പക്ഷേ ഇന്നും കോമഡി ഉത്സവങ്ങൾ പോലുള്ള ജനപ്രിയ ഷോകളിൽ മിമിക്രിയുമായി എത്തുന്ന ഭൂരിഭാഗം പേരും VS-ന്റെ ശബ്ദമോ ഫിഗറോ അവതരിപ്പിക്കാതെ പോകുന്നത് നാം കണ്ടിട്ടില്ല. ടെലിവിഷനിൽ നിറഞ്ഞു കവിഞ്ഞ VS സ്വീകരണ മുറികൾ പ്രിയ താരമായി മാറുന്നത് ഇങ്ങനെയാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും പരിചിതനായ അച്ചുമാമ. പാർട്ടി വേദികൾ കാർക്കശ്യത്തോടെ നിന്ന VS-നെ മധ്യവർഗ കുടുംബങ്ങളുടെ പ്രിയങ്കരനാക്കി മാറ്റി മിമിക്രി വലിയ പങ്കാണ് വഹിച്ചത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച